നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലെ പ്രവാസികൾക്ക് ആശ്വാസമായി കെട്ടിട വാടക നിരക്ക് നിശ്ചയിക്കാൻ പുതിയ സമ്പ്രദായം. ഇനി മുതൽ ദുബായിൽ തോന്നുംപടി വാടക നിരക്ക് കൂട്ടാൻ കെട്ടിട ഉടമകൾക്ക് സാധിക്കില്ല. പൊതുവെ മറ്റ് എമിറേറ്റുകളേക്കാൾ ദുബായിൽ വാടക നിരക്ക് കൂടുതലാണ്. എന്നാൽ ഇനി മുതൽ കെട്ടിട വാടക നിരക്ക് നിശ്ചയിക്കുക ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ദുബായിലെ ഓരോ മേഖലയിലെയും കെട്ടിടങ്ങൾക്ക് കിട്ടുന്ന റേറ്റിംഗിന് അനുസൃതമായി മാത്രമാണ് ഇനി മുതൽ കെട്ടിട വാടക നിശ്ചയിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള അനുമതി. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിലെ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ വിഭാഗം സിഇഒ മാജിദ് അൽ മറിയാണ് പുതിയ വാടക സംവിധാനം വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം കെട്ടിടങ്ങളിലെ സൗകര്യങ്ങൾ, അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശം, കെട്ടിടത്തിന്റെ വലിപ്പം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാവും കെട്ടിടങ്ങൾ റേറ്റിംഗ് നിശ്ചയിക്കുക. പഴയ കെട്ടിടങ്ങൾ കാലോചിതമായി പുതുക്കി പണിതാൽ മാത്രമേ ദുബായിൽ ഇനി വാടക വർദ്ധിപ്പിക്കാൻ കഴിയൂ. നിലവിൽ കെട്ടിടത്തിന്റെ ഗുണനിലവാരം വർഷത്തിൽ ഒരിക്കലാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ തത്സമയം പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മാജിദ് അൽ മറി പറഞ്ഞു. ഏതെങ്കിലും ഏജൻസിയോ സ്ഥാപനമല്ല കെട്ടിടങ്ങളുടെ വാടക സൂചിക കണക്കാക്കുക എന്നതാണ് ഇതിന്റെ സവിശേഷത. മറിച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയായിരിക്കും ഇത് തയ്യാർ ചെയ്യുക. പുതിയ റെന്റൽ ഇൻഡെക്സ് കെട്ടിട ഉടമകൾക്കും അതേപോലെ വാടകക്കാർക്കും നിക്ഷേപകർക്കും ഗുണകരമാകുമെന്ന് അധികൃതർ അറിയിച്ചു. താമസക്കാർക്കും ഭൂ ഉടമകൾക്കും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് വഴി വാടക സൂചിക അറിയാൻ കഴിയും. സാങ്കേതികവും ഘടനാപരവുമായ സവിശേഷതകൾ, അറ്റകുറ്റപ്പണികളുടെ ഗുണനിലവാരം, കെട്ടിടത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം, അതിന്റെ മൂല്യം, പരിപാലനം, ശുചിത്വം, പാർക്കിംഗ് തുടങ്ങിയ ലഭ്യമായ സേവനങ്ങളുടെയും സൗകര്യങ്ങളുടെ നിലവാരം എന്നിവയുൾപ്പെടെ സമഗ്രമായ ഒരു മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് ഓരോ കെട്ടിടവും വിലയിരുത്തുന്നത്. ഓരോ വസ്തുവിന്റെയും യഥാർത്ഥ ഗുണനിലവാരവും നേട്ടങ്ങളും പ്രതിഫലിപ്പിക്കുന്ന വാടക മൂല്യങ്ങളുടെ കൃത്യവും ന്യായവുമായ നിർണ്ണയം ഉറപ്പാക്കാൻ ഈ സംവിധാനങ്ങളിലൂടെ സാധിക്കും. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ ഓരോ പ്രദേശത്തെയും വാടകയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ചില കെട്ടിടങ്ങളുടെ വാടക കുറയുകയും ചിലത് കൂടുകയും ചെയ്യും. നിലവിൽ ദുബായിൽ പഴയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക് വാടക നിരക്ക് കുറയും. തുടക്കത്തിൽ താമസ സമുച്ചയങ്ങളെയാണ് പുതിയ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. പിന്നീട് വാണിജ്യ കെട്ടിടങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനാണ് പദ്ധതി. വിപണി മൂല്യം, പ്രദേശത്തിന്റെ പ്രാധാന്യം, കെട്ടിടത്തിലെ സൗകര്യം, സുരക്ഷ തുടങ്ങി 60 ഘടകങ്ങൾ പരിശോധിച്ചാണ് കെട്ടിടങ്ങളെ തരംതിരിക്കുകയെന്ന് മാജിദ് അൽ മറി പറഞ്ഞു. ഇവയുടെ അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങൾക്ക് 1 മുതൽ 5 വരെ സ്റ്റാർ റേറ്റിംഗ് നൽകും. ദുബായിലെ സ്വതന്ത്ര വ്യാപാര മേഖല, സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോണുകൾ തുടങ്ങിയവ ഉൾപ്പെടെ ദുബായിലെ എല്ലാ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾക്കും വാടക സൂചിക പ്രകാരമുള്ള റേറ്റിംഗ് ബാധകമാണ്. മാത്രമല്ല, പുതിയ റെന്റൽ ഇൻഡെക്സിന്റെ ഭാഗമായി മോഡൽ ടെനന്റ് ക്ലാസിഫിക്കേഷൻ സംവിധാനവും ഏർപ്പെടുത്തും. ഇതിലൂടെ കെട്ടിടം വാടകയ്ക്കെടുക്കുന്നവരുടെ നിലവാരവും അളക്കപ്പെടും. ഇയാൾ മുമ്പ് വാടക കരാർ ലംഘിച്ചവരാണോ, വാടക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കെട്ടിട ഉടമകൾക്ക് തിരിച്ചറിയാനാവും. ഇജാരി ക്രെഡിറ്റ് റേറ്റിംഗ് വഴിയാണ് ഇത് സാധ്യമാവുക.